ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. ഇന്നത്തെ ഗ്രാമർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വെർബ് എന്ന് പറയുന്നത് ലീവ് ആണ്. ലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോവുക, പുറപ്പെടുക എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പോവുക എന്നാണ്. ഗോയുടെ അതേ മീനിങ് ഉള്ള ഒരു വെർബാണ് ലീവ് എന്ന് പറയുന്നത്. പക്ഷെ അതിന് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പൊ അത് ഏത് സിറ്റുവേഷൻ ആണ്, ഏത് സമയത്താണ് നമ്മൾ ലീവ് യൂസ് ചെയ്യേണ്ടത്, ഏത് സമയത്താണ് നമ്മൾ ഗോ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ റിഷ്യൂസ് പാലസിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് കാണാം. ഇവിടെ ഞാൻ വെർബിന്റെ ലീവ് എന്ന വെർബിന്റെ എല്ലാ ഫോമുമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഓക്കെ, അപ്പോൾ ലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പോവുക എന്നാണല്ലോ. അപ്പൊ ലീവിന്റെ ഫസ്റ്റ് ഫോം ലീവ് ആണ്. ലീവിന്റെ പാസ്റ്റ് എന്ന് പറയുന്നത്, അതായത് V2 എന്ന് പറയുന്നത് ലെഫ്റ്റ് ആണ് അല്ലെ, പോയി അല്ലെങ്കിൽ പുറപ്പെട്ടു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്. അതിന്റെ V3 എന്ന് പറയുന്നതും ലെഫ്റ്റ് തന്നെയാണ്. അപ്പം ഹാവ് ലെഫ്റ്റ്, ഹാസ് ലെഫ്റ്റ്. ഓക്കെ, പോയിട്ടുണ്ട് അല്ലെങ്കിൽ പുറപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്. ഇനി അതിന്റെ ING ഫോമിലോട്ട് വരുമ്പോൾ ഈസ് ലിവിങ്, ആർ ലിവിങ്, ആം ലിവിങ്, പോവുകയാണ് അല്ലെങ്കിൽ പുറപ്പെടുകയാണ് എന്നുള്ളതാണ്. ഇനി പറയുന്നത് എന്താണ്, വാസ് വേറിന്റെ കൂടെയും യൂസ് ചെയ്യുന്ന സമയത്ത് വാസ് ലീവിങ്ങും വേർ ലീവിങ്ങും തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. പുറപ്പെടുകയായിരുന്നു അല്ലെങ്കിൽ പോവുകയായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഒന്നും കൂടി നമുക്ക് പറയാനുണ്ടല്ലേ. ഫസ്റ്റ് ഫോമിൽ നമ്മൾ ലീവ്സ് എന്ന് യൂസ് ചെയ്യും. നമ്മുടെ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ അല്ലെ ലീവ്സ് എന്ന് ഒരു എസ് ആഡ് ചെയ്തിട്ട് പറയാറുണ്ട്. അതും പോവുക അല്ലെങ്കിൽ പുറപ്പെടുക എന്നാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ലീവ്സിന്റെ എല്ലാ ഫോംസുകളും. അപ്പൊ ഇതും ഈ ലീവും ഗോയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചെറിയ രൂപത്തിൽ ഞാൻ പറഞ്ഞു തരാം. ലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ലക്ഷ്യത്തിൽ നിന്ന് പുറപ്പെടുകയാണ്, ഒരു സ്ഥലത്ത് നിന്ന് പുറപ്പെടുകയാണ്. എന്നാൽ ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് പോവുകയാണ്. ഇങ്ങനെയുള്ള ചെറിയൊരു വ്യത്യാസമാണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ റിഷ്യൂസ് പാലസിൽ ചെയ്യുന്നുണ്ട്. അത് കണ്ടിട്ട് നിങ്ങളൊന്ന് പഠിക്കുക, അതിൻ്റെ സെൻറ്റൻസുകളും. അപ്പോൾ ഈ ഒരു വെർബ് യൂസ് ചെയ്തിട്ട് സെൻറ്റൻസുകളും ഗോയും തമ്മിലുള്ള ഡിഫറൻസുകളും ഒക്കെ ആയിട്ട് വ്യക്തമായിട്ട് തന്നെ വലിയൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓപ്ഷനും ഒക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ ശരി, താങ്ക് യു സോ മച്ച്.